സോ ഹായ് ഫ്രണ്ട്സ്, ഉണ്ണിമുകുന്ദൻ്റെ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ്റെ ഒരു മോളിലൂടെ നടന്നു വരുന്നു. കുറച്ച് സോഷ്യൽ മീഡിയ സുഹൃത്തുക്കൾ എന്ന് തന്നെ പറയണം, മീഡിയ സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട്, അദ്ദേഹം നടന്നു വരുന്ന വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ സൈഡിൽ കൂടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വ്യൂ, കാരണം അദ്ദേഹത്തിന് ഫ്രണ്ടിൽ നിൽക്കാൻ പറ്റത്തില്ല. ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ക്യാമറ അല്ലെങ്കിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നവർക്ക് അത് ഡിസ്റ്റർബൻസ് ആയിരുന്നു. അദ്ദേഹം സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. സൈഡിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്ക് ഉണ്ണിമുകുന്ദൻ ഫോൺ എടുത്ത് പോക്കറ്റ് വെച്ചിട്ട് എന്തോ പറഞ്ഞ് നടന്നു പോവുകയാണ്. അപ്പം ഇതല്ലാതെ വേറെയും കുറേ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ. എനിക്കൊന്ന് കൊച്ചി എയർപോർട്ട് വെച്ചിട്ട് എനിക്കൊന്ന് വേറെ പണിയില്ലടാ എന്നൊക്കെ പറയുന്ന ആളുകളുടെ വീഡിയോസ് ഇറക്കിയിരുന്നു. എനിക്ക് ആ വീഡിയോ എടുത്തത് നമ്മുടെ നീലക്കുയിലെ ബ്രോവാൻ തോന്നുന്നു. അപ്പം അങ്ങനെ തൻ്റെ ആയിട്ടുള്ള രോക്ഷം പല നടന്മാരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ മമ്മൂട്ടി ആയാലും പല സന്ദർഭങ്ങളിൽ ലാലേട്ടനായാലും അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ പ്രതികരണ ശേഷി ഉണ്ടാവും. ചിലവർ അത് ഷുഗർ കോട്ട് ചെയ്യും, ചിലവരൊന്നും പറയാതിരിക്കും, ചിലവർ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ടേക്ക് എന്താണ്, അല്ലെ പേഴ്സണൽ എൻ്റെ ടേക്ക് എന്താണെന്ന് ഞാൻ പറയാം. ഇതിൽ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നോർമലി ഉള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുവാണെങ്കിൽ പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്യുന്ന ആളുകളെ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ കൊറോണ പേപ്പേഴ്സിൻ്റെ ഒരു സെറ്റിലാന്ന് തോന്നുന്നു അദ്ദേഹം വരികയുണ്ടായി. ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു, എല്ലാം കണ്ടന്റ് അല്ല ബ്രോ എന്ന് പറഞ്ഞു, എപ്പോഴും കണ്ടന്റ് അല്ല എന്ന് പറഞ്ഞു. ശരിയാണ്, ഞാൻ ആ ഫോൺ മാറ്റി, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ്. പക്ഷെ അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുറേ വീഡിയോസ് എടുക്കുകയും ചെയ്തു. ഓരോ സെലിബ്രിറ്റീസിനും തൻ്റേതായിട്ടുള്ള പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. ഓരോ സെലിബ്രിറ്റീസിന് മാത്രമല്ല, ഓരോ ആളുകൾക്കും, അതിപ്പം നോർമലി ഉള്ള ആളുകളായിക്കോട്ടെ, ഫാമിലി പേഴ്സൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, ഓരോരുത്തർക്കും ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ആ പേഴ്സണൽ സ്പേസിൽ കയറി കടന്ന് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ സെൽഫി എടുക്കാനോ അനുവാദമില്ല എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി ഉണ്ണിമുകുന്ദൻ നടന്നു വരുന്ന സാഹചര്യത്തിൽ ഒരാൾ ഇവിടെ മൂട്ടി വന്ന്, തൻ്റെ മുഖത്തിന് മൂട്ടിൽ വന്ന് ഒരാൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരാൾ ഇറിറ്റേറ്റഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പേഴ്സണൽ സർക്കിളിനകത്ത് കയറി സംസാരിക്കുമ്പോഴത്തേക്ക് അയാൾക്ക് കിട്ടുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്. അത് അയാൾ പ്രകടിപ്പിച്ചതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇവിടെ പല ആളുകളും വീഡിയോസ് എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാറുണ്ട്. അത് ഒരു ടൈം ലിമിറ്റിലാണ്. പക്ഷേ ഇതിപ്പം കേരളത്തിൽ മാത്രമുള്ള സംഭവമൊന്നുമല്ല. ആളുകൾ കേരളത്തിലുള്ള മീഡിയക്കാരെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിലും രൂക്ഷമായിരിക്കും. കർണാടക, നോർത്തിലൊക്കെ ഇപ്പം ഹിന്ദി സെലിബ്രിറ്റീസിനൊക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറമാണ്. സോ ഓരോ സാഹചര്യങ്ങളിലും പക്ഷേ ഇതിനകത്ത് കുറച്ച് കൺട്രോൾ വേണം എന്ന് പേഴ്സണലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. അത് ഈ പറഞ്ഞതുപോലെ പക്ഷെ അങ്ങനത്തെ ഒരു കൺട്രോൾ നമുക്ക് നടത്താൻ പറ്റില്ല. കാരണം മീഡിയ സ്റ്റുഡൻസിന് മാത്രമേ അങ്ങനത്തെ വീഡിയോ എടുക്കാൻ പാടുള്ളൂ എന്ന് ഉന്നയിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിനകത്ത് വന്നിരിക്കുന്ന കമൻ്റാണ് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. എൻ്റെ പേഴ്സണൽ ടേക്ക്, ഉണ്ണിമുകുന്ദൻ അങ്ങനെ റിയാക്ട് ചെയ്തതിൽ എനിക്ക് തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് പോയിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ അറിയില്ല. അദ്ദേഹം അത് ക്യാമറ എടുത്ത് ഫോൺ തിരിച്ച് പയ്യൻ്റെ കൊടുത്തിട്ടുണ്ടാവും, അവൻ്റെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ബ്രോ നമ്മൾ എല്ലാ സന്ദർഭങ്ങളും ഒരു പ്രൈവറ്റ് സ്പേസിൽ കയറി ഇടപെടരുത് എന്നൊരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, നിങ്ങൾ നടന്നു പോകുമ്പോൾ ഒരാൾ മൂലയിൽ നിന്ന് ക്യാമറ വീഡിയോ ഷൂട്ട് ചെയ്താൽ അത് ആർക്കായാലും ഒരു ഇറിറ്റേഷൻ വരും എന്നുള്ള രീതിയിലാണ് അങ്ങനെ പല കമൻറ്റുകളും വരും. പക്ഷേ ഇവനെ പിടിച്ച് തല്ലണം എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. ഉണ്ണിയെ പിടിച്ച് തല്ലണം എന്നും കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ട്. അതിനകത്ത് ഒരു കമൻറ്റ് ഇങ്ങനെയാണ്, ഈ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ഈ ഡാഷ് ചെയ്തത് ശരിയല്ല, ഇവന് വലിയ അയ്യപ്പനായിട്ട് അഭിനയിച്ചതല്ലേ, അഹങ്കാരം തലയ്ക്ക് പിടിച്ചു, എന്ത് ചെയ്യാൻ പറ്റും, ഇവൻ്റെ സിനിമ കാണുന്നവരെ ആദ്യം തല്ലണം എന്നാണ് പറയുന്നത്. ആദ്യം ക്യാമറ കാണാം, ക്യാമറ സെൽഫി എടുത്താൽ എന്താണ് തെറ്റ് എന്നാണ്. ഒന്നാമത്തെ കാര്യം, ഇത് സെൽഫി എടുക്കാനല്ല ഈ ക്യാമറ എടുത്തത്, വീഡിയോ എടുക്കാനാണ്, വീഡിയോ ഷൂട്ട് ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ക്ലോസസ്റ്റ് ഷോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ള രീതിയിലാണ് ഏറ്റവും ക്ലോസ് ആയിട്ട് പോകുന്നത്. കാരണം ക്യാമറ ആകുമ്പോൾ ചുമ്മാ സൂം കിട്ടും, മൊബൈൽ അത്രയും കിട്ടത്തില്ലല്ലോ. പിന്നെ ഒരു സെൽഫി അല്ലേ ചോദിച്ചത്, വേറൊന്നും കാശൊന്നും 500 ഒന്നും ചോദിച്ചില്ലല്ലോ എന്നിട്ട് ഒരു തെറിയും കൂടെ പറയുന്നത്. സോ ഇത് ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ഹെയ്റ്റാണ്. ഇനി സിനിമ പൊട്ടിപ്പോയതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു വ്യക്തിയായിട്ട്, അതിപ്പം ചില സെലിബ്രിറ്റി, ഇപ്പോൾ ലേഡി സെലിബ്രിറ്റീസിൻ്റെയൊക്കെ പേഴ്സണൽ സ്പേസിൽ, അതായത് അവരുടെ ശരീരം എക്സ്പോസ് ചെയ്യാൻ സാധ്യതയുള്ള പേഴ്സണൽ സ്പേസിൽ കയറി
മുകളിൽ നിന്ന്, അതായത് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാണാവുന്ന രീതിയിൽ മുകളിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു സ്ത്രീ എക്സ്പോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രചരിപ്പിക്കുന്ന രീതി ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എല്ലാ ആളുകളെയും ജനറലൈസ് ചെയ്യണ്ട. കുറച്ച് ആളുകൾ വ്യൂസിന് വേണ്ടി, കോണ്ടന്റിന് വേണ്ടി അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. പക്ഷേ പേഴ്സണലി എൻ്റെ അഭിപ്രായം, ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്ഥലത്ത് കയറി അയാളുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കംഫർട്ട് സോണിനെ തകർക്കുന്ന രീതിയിലുള്ള വീഡിയോ എടുപ്പ് ശരിയല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളായിരിക്കും. കാരണം അവരുടെ ചർച്ചകൾക്കിടയിൽ അവരുടെ ഇഷ്യൂസ് ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വീഡിയോ എടുത്തു സംസാരിച്ചോ എന്ന അവസരം കൊടുക്കുമ്പോഴത്തെ നമുക്ക് സെൽഫി എടുക്കാം, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം. പക്ഷെ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ക്യാമറ ഓൺ ചെയ്തിട്ട് മുഖത്തോട്ട് വെച്ചിട്ട് കാരണം എനിക്കൊരു കാര്യം പറയാനുണ്ട്, രണ്ട് വാക്ക് സംസാരിച്ച് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, അത് ഒന്നോ രണ്ടോ പേരല്ല ഇവർ ഫേസ് ചെയ്യുന്നത്. ഇവർ ഒരു ദിവസം ഒരു 100-200 പേരൊക്കെ ആയിരിക്കും ഇവർ ഫേസ് ചെയ്യുന്ന പ്രശ്നം. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ ആരായാലും ഇറിറ്റേറ്റഡ് ആയി പോയില്ലേ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കാം. പല കമൻറ്റുകൾ വരുന്നുണ്ട്, ഈ ക്യാമറ എടുത്തവൻ്റെ ചെപ്പക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കണം, ആ ക്യാമറ അല്ലെങ്കിൽ ആ ഫോൺ എടുത്ത് വലിച്ചെറിയേണ്ടായിരുന്നു, തിരിച്ചു കൊടുക്കരുത് ഉണ്ണിയേട്ട എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. ഇതെൻ്റെ പേഴ്സണൽ ടേക്കാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ബൈ.